ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് നല്ലൊരു സർപ്രൈസ് കൊടുക്കാണ്ടി പോവേണ്ട ഒരാൾക്ക്, വേറെ ആർക്കുമല്ല, എൻ്റെ നാത്തൂന്, അതായത് എൻ്റെ അമ്മായിയുടെ മകൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സർപ്രൈസ് കൊടുക്കുന്നത്. അപ്പോൾ അവനങ്ങ് ഗൾഫിലാണ്. അപ്പോൾ എന്നോട് കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പറഞ്ഞു എനിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം, അപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അവൻ തന്നെ പറഞ്ഞത്, ഞാൻ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, പുതിയ കടയിൽ പുതിയ സാരികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റോറികളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അത് അവൾക്ക് അയച്ചു കൊടുത്തിട്ട് അവൾ പറഞ്ഞു എനിക്ക് സാരി വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടില്ല, നീ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അത് മനസ്സിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ സാരി. അപ്പോൾ അവൾക്കത് വാങ്ങിച്ച് കൊടുക്കണമെന്ന് എന്നോട് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ എന്നെ കടയിൽ നിന്ന് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് സാരി വേണം എന്ന് പറഞ്ഞിട്ട് ആ സാരി തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവൻ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു. ഭാഗ്യത്തിന് അതിൻ്റെ 2-3 പീസുകൾ അവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് തലേ ദിവസം തന്നെ വന്നിട്ട്, അതൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ചെയ്തപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യണം തോന്നി, അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് സാരി വന്നിട്ടുള്ളത്. അങ്ങനെ ആ സാരിയായിട്ട് ഞാൻ എൻ്റെ അനിയനായിട്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവേണ്ട. അപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകാൻ ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഞാൻ കടയിൽ കയറി ഒരു ഡയറി മിൽക്ക് വാങ്ങിച്ചു. ആ കടയിൽ നിന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തു, സാരി നല്ല ഭംഗിയിൽ ബോക്സിലാക്കുകയും ചെയ്തു. അതിന് പോകുന്ന സമയത്താണ് ആലോചിച്ചത് ഒരു റോസാപ്പൂവും കൂടി വാങ്ങിക്കാമെന്നാണ്. ചാവക്കാട് പോയപ്പോൾ ചാവക്കാട് റോസാപ്പൂ കിട്ടിയില്ല. അങ്ങനെ നേരെ ഞങ്ങൾ ഗുരുവായൂർ പോയിട്ടുണ്ട് ഞങ്ങൾക്ക് റോസാപ്പൂ വാങ്ങിച്ചത്. അത് 2-3 കടയിൽ ഞങ്ങൾ കയറി ഇറങ്ങേണ്ട വന്നിട്ട്, ഇന്നത്തെ ദിവസം വാലൻറ്റൈൻസ് ഡേ അല്ലേ, അപ്പോൾ എന്തായാലും ഇതിന് ക്ഷാമത്തിന് ഉറപ്പാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഭാഗ്യത്തിന് ഒരു കടയിൽ നിന്ന് ഇത് കിട്ടി, റോസാപ്പൂ കിട്ടി. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഈ ഐറ്റംസൊക്കെ കൊടുത്തിട്ടൊന്ന് ഭംഗിയിൽ സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, ഇങ്ങനെ ചെറിയൊരു സെറ്റപ്പാക്കി തന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഇതിൻ്റെ. അപ്പോൾ പിന്നെ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസുകളൊക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ. അങ്ങനെ ആ ഫോട്ടോസാണ് അത് എന്നെ ഈ കക്ഷിക്ക് നേരെ ഞങ്ങൾ കൊണ്ടു കൊടുത്തു. അങ്ങനെ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞ പുള്ളിക്കാരി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ആൾ പറഞ്ഞ സാരി എന്നെ ആൾക്ക് കൊടുക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ സ്റ്റോറി കണ്ടു, ഞാനിങ്ങനെ അയച്ചു കൊടുത്തു, പുള്ളിക്കാരൊന്നും ഇഷ്ടമായില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ സാരില്ല, എന്തെങ്കിലും സാരില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ആശ്വസിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഞാനും പ്രതീക്ഷയില്ല അവൻ്റെ മൈൻഡിൽ അങ്ങനൊരു ഐഡിയ ഉണ്ടായിരുന്നു എന്ന്. അതിന് ഭാഗ്യത്തിനൊക്കെ കൂടിയിട്ട് സെറ്റായി വന്നു. അങ്ങനെ ഞങ്ങൾ അനിയനും കൂടിയിട്ട് അത് കൊണ്ടു കൊടുത്തപ്പോൾ അവളത് അൺബോക്സ് ചെയ്ത് നോക്കുന്നൊരു വീഡിയോ അവരെന്നെ എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നു. അപ്പോൾ ആ വീഡിയോ ഉണ്ടായത്. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, അകലുള്ളതായിക്കോട്ടെ അടുത്തുള്ള ആളായിക്കോട്ടെ, നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ആൾക്ക് മറ്റൊരാളോടുള്ള കെയറിങ് അല്ലെങ്കിൽ ആ ആളോടുള്ള ഇഷ്ടം തുറന്നു കാണിക്കാൻ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്നതല്ലേ മനസ്സിന് എല്ലാവർക്കും ഒരു സന്തോഷമാണ്. ആ ഒരു ബന്ധത്തിനെ കുറച്ചും കൂടി ദൃഢത കിട്ടുക. ദൈവം സഹിച്ചിട്ട് എൻ്റെ നാത്തൂനും എൻ്റെ ആങ്ങളെയും സന്തോഷത്തോടെ ഇനിയും ഒരുപാട് കാലം ജീവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു സർപ്രൈസ് കൊടുത്തു. പിന്നീട് വരുന്ന സമയത്ത് ഒരു നല്ല 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസത്തായി എന്നെ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. മൂപ്പരാൾ ഒരിക്കലും പ്രതീക്ഷയില്ല, എന്നോട് ഒരുപാട് താങ്ക്സൊക്കെ പറഞ്ഞു.